കമ്പ്യൂട്ടേഴ്സിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ പരിജ്ഞാനം ജനങ്ങൾ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്സലിലെ ഡേറ്റ എന്ന ഓപ്ഷനാണ്. കണ്ടോ, ഇവിടെ എക്സലിലെ ഡേറ്റയ്ക്കകത്ത് ഡേറ്റ വാലിഡേഷൻ ആണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പം ഡേറ്റ വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് സെൽസ്, അതായത് ഒരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് സെൽസിൽ നമുക്ക് ഉള്ള ഡേറ്റാസ് പ്രിവെൻറ്റ് ചെയ്യാനും സെക്യൂർ ചെയ്യാനും ഒക്കെ ആയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് സെൽസ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ ഒരു 10 മുതൽ 50 വരെയുള്ള നമ്പേഴ്സ് മാത്രം ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. ഈ സെൽസിനുള്ളിൽ ഒരു 10 മുതൽ 50 വരെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇപ്പം 20 മുതൽ 30 വരെ, ആ ഒരു രീതിയിലോട്ട് നമുക്ക് ഒരു റെസ്ട്രിക്ഷൻ വെച്ചിട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഡേറ്റ വാലിഡേഷൻ ഉപയോഗിക്കുന്നത്. അപ്പം അതിനായിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു പർട്ടിക്കുലർ റേഞ്ച് സെൽസ് സെലക്ട് ചെയ്യാം. ഇപ്പം നമുക്ക് നോക്കിക്കേ, ഇപ്പം നമ്മൾ നോർമലായിട്ടുള്ളൊരു കേസിൽ ഒരു എക്സൽ പേജിൽ നമ്മൾ നോർമലായിട്ട് എന്ത് കൊടുത്താലും ഇത് അക്സെപ്റ്റ് ചെയ്യും. കണ്ടോ, നമ്മൾ നമ്പർ അടിച്ചു അക്സെപ്റ്റ് ചെയ്തു. അടുത്ത നമ്മളൊരു വേർഡ് ടൈപ്പ് ചെയ്യാണ്. കണ്ടോ, അക്സെപ്റ്റ് ചെയ്തു. അടുത്ത നമ്മളൊരു ക്യാരക്ടറിനെ ടൈപ്പ് ചെയ്യാണ്. എൻ്റർ അടിച്ച് അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ നമ്മൾ ഡേറ്റ വാലിഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ കൊടുക്കുന്ന സെറ്റ് ചെയ്തേക്കുന്ന നമ്പർ അല്ലാതെ മറ്റൊന്നും നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റ വാലിഡേഷൻ ഉപയോഗിക്കുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് സെൽസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ ഡേറ്റ വാലിഡേഷനിൽ പോകുക. കണ്ടോ, ഡേറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് തരും. ഇങ്ങനൊരു വിൻഡോ വരും. അവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത് എനി വാല്യൂവിൻ്റെ അവിടെ നമ്മൾ ഹോൾ നമ്പർ ആക്കി കൊടുക്കുക. ഹോൾ നമ്പർ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട് മിനിമം മാക്സിമം, അതായത് നിങ്ങൾക്ക് എത്ര തൊട്ട് എത്ര നമ്പർ വരെ ഇവിടെ വന്നാൽ മതിയാകും എന്നാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം എനിക്കിപ്പോൾ ഒരു 10 മുതൽ 20 വരെ സെറ്റ് ചെയ്യണം. 10 തൊട്ട് 20 വരെ നമ്പർ മാത്രം എനിക്കിവിടെ വന്നാൽ മതി. ഞാൻ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന പർട്ടിക്കുലർ ഏരിയയിൽ 10 മുതൽ 20 വരെ നമ്പർ വരെ വന്നാൽ മതിയാകും എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. 10 മിനിമത്തിൻ്റെ ഇവിടെ 10 കൊടുക്കുക. താഴെ മാക്സിമത്തിൻ്റെ അവിടെ 20. കണ്ടോ, എന്നിട്ട് എന്തൊക്കെ മേലോട്ട് നോക്കിയേ, ഇവിടെ ഇൻപുട്ട് മെസ്സേജ് കാണാവോ? ഇൻപുട്ട് മെസ്സേജ് ക്ലിക്ക് ചെയ്യണം. അതെന്തിനാ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് മെസ്സേജ് നമ്മളിപ്പോൾ കൊടുത്തില്ലേ 10 മുതൽ 20 വരെ. അപ്പം 10 സ്പേസ് to 20, 10 to 20. കണ്ടോ, അപ്പം ഞാൻ ആ റേഞ്ച് ഇൻപുട്ട് മെസ്സേജിൻ്റെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വരും എത്രയാണ് എന്നുള്ളത്. നമ്മൾ ആ പർട്ടിക്കുലർ റേഞ്ചിൽ നമ്മൾ കൊടുത്ത ആ ഒരു നമ്പർ ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വരും. ഇപ്പം നോക്കണം, ഓക്കെ കൊടുക്കുമ്പോൾ കണ്ടോ 10 to 20. കണ്ടോ, നമ്മൾ ആ പർട്ടിക്കുലർ സെലക്ട് ചെയ്ത് വെച്ച റേഞ്ചിൽ നമ്മളെ വാലിഡേഷൻ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മളിവിടെ വാലിഡേഷൻ ചെയ്ത് വെച്ചിരിക്കുക, നമുക്കത് മനസ്സിലാവും. അപ്പം എന്നിട്ട് ഇവിടെ നോക്കിക്കേ, ഇവിടെ കാണിക്കുന്നില്ല. അതായത് നമുക്ക് ഇവിടെ എന്ത് കൊടുത്താലും ഇത് അക്സെപ്റ്റ് ചെയ്യും, കാരണം നമ്മളിവിടെ വാലിഡേഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇതുണ്ട്, ഈ ഒരു റേഞ്ചിൽ നോക്കിയാൽ 10 to 20 എന്നാണ് കാണിക്കുന്നത്. ഇപ്പം ഞാൻ 20 മുകളിലോട്ടുള്ള ഒരു നമ്പർ കൊടുക്കാൻ പോവാണേ, 30 കൊടുക്കാൻ പോവാം. കണ്ടോ, അത് റെസ്ട്രിക്റ്റഡ് ആയിട്ടുണ്ട്, അത് വരത്തില്ല. 20ക്ക് താഴോട്ട് നോക്കാം, 15 കൊടുത്ത് നോക്കാം. കണ്ടോ, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. 20ക്ക് താഴോട്ട് ഓക്കെ. 15 ആകുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അതായത് 10നും 20നും ഇടയ്ക്കാകുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യും. 10ന് താഴോട്ടുള്ള നമ്പർ ആണെങ്കിൽ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ 10ന് താഴോട്ടുള്ള നമ്പർ നമുക്ക് നോക്കാമേ. 8 കൊടുക്കാം. കണ്ടോ, 8 റെസ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ കാര്യം പിടി കിട്ടിയല്ലോ. അപ്പം 10നും 20നും ഇടയ്ക്കുള്ള നമ്പേഴ്സ് മാത്രമേ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ 14 കൊടുത്താലും അത് അക്സെപ്റ്റ് ചെയ്യും. അതേസമയം നമുക്ക് 25 കൊടുത്ത് നോക്കാം, റെസ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 25നെ പറ്റത്തില്ല. അപ്പം ഈ ഒരു രീതിയിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഡേറ്റ വാലിഡേഷൻ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഈ വാലിഡേഷൻ ഇപ്പോൾ ചെയ്ത് വെച്ചേക്ക് നമുക്ക് കളയേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ വീണ്ടും ഞാനിപ്പോൾ എത്രയോ റേഞ്ച് നമ്മൾ മുമ്പേ എടുത്ത റേഞ്ചിനെക്കാട്ടി കുറച്ച് അധികം റേഞ്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് സെലക്ട് ചെയ്തെടുത്തിട്ട് ഡേറ്റ വാലിഡേഷനിലേക്ക് പോവുക. ആക്കി കൊടുക്കണം. അപ്പം നമുക്ക് നമ്മുടെ പഴയ ഒരു വിൻഡോ കിട്ടും. ഇവിടെ കണ്ടോ, ഇപ്പം നമ്മൾ ഇൻപുട്ട് കൊടുത്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു പേജിൽ വിൻഡോ വരുന്നത്. അപ്പം നമ്മളിവിടെ സെറ്റിങ്സ് കൊടുക്കണം. സെറ്റിങ്സ് അതായത് നമ്മൾ തുടക്കം ഡേറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്യുമ്പം ആദ്യം വരുന്ന എനി വാല്യൂ കൊടുക്കുന്ന ആ ഒരു പേജ് വരണം. അവിടുന്ന് ഈ സൈഡിൽ ക്ലിയർ ഓൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ വാലിഡേഷൻ പോയിട്ടുണ്ട്. ഇപ്പോൾ വാലിഡേഷൻ കാണിക്കുന്നുണ്ടോ? 10 മുതൽ 20 വരെ നമ്പർ ആരും നമ്മൾ സെലക്ട് ചെയ്തത് 10ന് താഴോട്ട് കൊടുത്താലും ഇത് അക്സെപ്റ്റ് ചെയ്യും.
കാരണം നമ്മുടെ വാലിഡേഷൻ പോയിട്ടുണ്ട്. കണ്ടോ, 25 കൊടുത്താലും അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അതിനർത്ഥം നമ്മൾ കൊടുത്ത വാലിഡേഷൻ നമ്മൾ കളഞ്ഞു എന്നർത്ഥം. ഒന്നും കൂടെ പറയാം, ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ ഉള്ള നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂസിനെ റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അതായത് നമ്മളൊരു റേഞ്ച് സെലക്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ ഡേറ്റ വാലിഡേഷനിൽ പോയി, കണ്ടോ, അപ്പം അവിടെ ഇങ്ങനത്തെ ഒരു വിൻഡോ വരും. അവിടെ നമ്മൾ എനി വാല്യൂൻ്റെ അവിടെ നമ്മൾ എന്താക്കി കൊടുക്കുക, ഹോൾ നമ്പർ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മിനിമം മാക്സിമം ചോദിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുന്നു, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, നമ്പർ കൊടുക്കാം. 50 തൊട്ട് ഒരു മിനിമം മാക്സിമം ഒരു 100 കൊടുക്കാം. കണ്ടോ, ഞാൻ കൊടുത്തു. എന്നിട്ട് ഇവിടെ നോക്കണം, മോളിൽ ഇൻപുട്ട് മെസ്സേജ് നമ്മൾ കൊടുക്കുമ്പം നമുക്ക് ആ വാലിഡേഷൻ ആ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. 50 to 100 എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇവിടെ ഇൻപുട്ട് മെസ്സേജ് കൊടുത്തില്ലെങ്കിൽ സാധനം ഇത് വാലിഡേഷൻ ആയിരിക്കും, പക്ഷേ നമ്മൾക്ക് ഇവിടെ ഡിസ്പ്ലേ ആയി കാണിക്കത്തില്ല. അപ്പോൾ ഡിസ്പ്ലേ ആയി കാണിച്ചാൽ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇൻപുട്ട് മെസ്സേജ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻപുട്ട് മെസ്സേജിൽ നമ്മൾ കൊടുത്തേത്താ 50 to 100 അല്ലേ, 50 സ്പേസ് ഇട്ടിട്ട് 200 എന്നിട്ട് ഓക്കെ കൊടുക്കണം. ഇനി കണ്ടോ, ഈ ഇൻപുട്ട് മെസ്സേജ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ 50 to 100 എന്നിങ്ങനെ ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. അവിടെ അത് കൊടുത്തില്ലെങ്കിലും വാലിഡേഷൻ ആകും, പക്ഷെ നമുക്കിത് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും ഇങ്ങനെ കൊടുത്തു കാണുമ്പം. അതേസമയം ഇവിടെ ഇവിടെ 52 കാണിക്കുന്നുണ്ട്, ഇവിടെ ഒന്നും വാലിഡേഷൻ നമ്മൾ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത്. ഇവിടെ മാത്രമേ നമ്മൾ വാലിഡേഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പം 50-ന് താഴോട്ടുള്ള നമ്പർ അടിച്ചു കൊടുത്താൽ അത് അക്സെപ്റ്റ് ആവത്തില്ല. നോക്കിയോ, കണ്ടോ, റെസ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. 100-ന് മുകളിലോട്ടുള്ള നമ്പർ നമുക്ക് അടിച്ചു കൊടുക്കാം, 102, അതും റെസ്ട്രിക്റ്റ് ആണ്. പക്ഷേ 50 to 100-നുള്ളിൽ നിൽക്കുന്ന നമ്പർ നമുക്ക് നോക്കാം, 60 കൊടുക്കാം. കണ്ടോ, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 45 കൊടുക്കാം, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ല, 45 കൊടുക്കാൻ പറ്റില്ല, 50-ക്ക് താഴെയാണ് 45. 50-ക്ക് അകത്ത് 50-നും 100-നും അകത്ത് നിൽക്കുന്ന വേണം കൊടുക്കാൻ. 60 കൊടുക്കാം. കണ്ടോ, എൻട്രി കൊടുക്കാം, പിന്നെ 70 കൊടുക്കാം, എൻ്റർ. മനസ്സിലായല്ലോ. അപ്പം ആ ഒരു രീതിക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡേറ്റ വാലിഡേഷൻ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കത് ഡേറ്റ വാലിഡേഷൻ കളയാനായിട്ട് എന്തോ ചെയ്യണം, നമ്മൾ ആ ഒരു റേഞ്ചിനെക്കാട്ടി കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ഡേറ്റ വാലിഡേഷനിൽ വരിക, ക്ലിക്ക് ചെയ്യണം, ദസാക്കി കൊടുക്കണം. ഇവിടെ ഇൻപുട്ട് മെസ്സേജിലാണ് കിടക്കുന്നത്. ഇപ്പം നമ്മൾ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യണം. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് ക്ലിയർ ഓൾ. ഓക്കെ, അപ്പോൾ ഡേറ്റ വാലിഡേഷൻ പോയി കിട്ടി. ശുഭദിനം. ഈ ചാനൽ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.